വാർത്തയിലേക്കാണ്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ബധിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. വീടിന് സമീപം നിൽക്കുകയായിരുന്ന കുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇത് എന്നാണ് ഈ സംഭവം ഉണ്ടായത്? പ്രതിയെ എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഉടുമ്പൻചോലയിലെ ഏലത്തോട്ടത്തിൽ തോട്ടം ജോലിക്കായി എത്തിയതായിരുന്നു മധ്യപ്രദേശ് സ്വദേശിയായ തൊഴിലാളി. ഇയാൾ വന്നിട്ട് ഏതാനും മാസങ്ങളാകുന്നുള്ളൂ, ഏകദേശം 8 മാസത്തോളം ആകുന്നതേ ഉള്ളൂ ഇയാൾ ഇവിടെ ജോലിക്കായി എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ കാഴ്ചശക്തിയില്ലാത്ത അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള പെൺകുട്ടിയെ വീട്ടിന് സമീപത്ത് നിന്നും കാണാതെയായിരുന്നു. തുടർന്ന് വീട്ടുകാരൊക്കെ പ്രദേശത്താകമാനം തെരച്ചിൽ നടത്തി. രാത്രി വൈകുന്നേരം പരിശോധന നടത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. എന്നാൽ രാത്രി ഏകദേശം 7:30 ഈ പെൺകുട്ടി വീട്ടിൽ തിരികെ എത്തി. ഈ സമയത്ത് വീട്ടുകാർ വിവരങ്ങൾ തിരക്കുകയും തുടർന്ന് ആണ് ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് വീട്ടുകാർക്ക് മനസ്സിലാകുന്നത്. കുട്ടി ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയെ ഈ പ്രദേശത്ത് നിന്നും പൊത്തി പിടിച്ചുകൊണ്ട് ഇയാൾ ഇവിടുന്ന് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഉടൻ തന്നെ ഉടുമ്പൻചോല പോലീസ് വിവരം അറിയിച്ചു. അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്. തുടർന്നുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒപ്പം ഈ സമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ 4 നാളുകൾക്ക് മുൻപ് ഉടുമ്പൻചോലയിൽ മാനസിക വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്ന് മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയത്. ആ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ഈ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഉടുമ്പൻചോല പോലീസ് കാര്യമായി അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. യെസ് പ്രിൻസ്, ഇയാള് എന്തുമായി ബന്ധപ്പെട്ടത് ഈ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന പേരിൽ അവിടെ എത്തിയതാണ്? ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? ലഹരിക്കടിമയാണോ? ആ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? അപ്പം ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. മധ്യപ്രദേശിൽ നിന്നാണ് ഇയാൾ ഉടുമ്പൻചോലയിലേക്ക് എത്തിയത്. ഏതാനും നാളുകളായി ഉടുമ്പൻചോല മേഖലയിലെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. പല തോട്ടങ്ങളിലായി ജോലി ചെയ്ത് വരികയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തും. മധ്യപ്രദേശിലെ ഇയാളുടെ ഒരു സാഹചര്യങ്ങളൊക്കെ സംബന്ധിച്ചും അന്വേഷണം നടത്തും. ഇയാളുടെ സുഹൃത്തുക്കളും മറ്റ് പരിചയക്കാരുമായും ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഇടപെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഉടുമ്പൻചോല പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യെസ്, വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.